പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താ? വെർച്വൽ കവനൻ്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. വെർച്വൽ ഉടമ്പടി എന്ന് വെച്ചാൽ പിൽഗ്രിം ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടിയല്ല. എന്താണ് ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കൃപാസനത്തിൽ വരാൻ വേണ്ടി ഈ പ്രിയ തീരുമാനിക്കും, പക്ഷെ വരാനുള്ള പാങ്ങില്ല, സമയം വെക്കണില്ല. ചിലപ്പോൾ സാമ്പത്തിക വിഷയമായിരിക്കാം. അവർക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. ഉടമ്പടിയെക്കുറിച്ചൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ഈ ഏകലവ്യനെ പോലെ അസ്ത്രവിദ്യ പഠിക്കും. അതാണ് ഏകലവ്യൻ, ഗുരുവില്ലാതെ പഠിക്കും. ഗുരുവില്ലാതെ അസ്ത്രവിദ്യ പഠിച്ചിട്ട് അല്ല ദ്രോണാചാര്യർ ഗുരുദക്ഷിണ ചോദിക്കണത് കൈമുറിച്ചോണ്ട് പോകാൻ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇവള് ഉടമ്പടി പാലിച്ച് ജീവിക്കും. ഇവിടെ വന്നിട്ടില്ല, ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അറിയത്തില്ല, വെർച്വൽ ഉടമ്പടി. എന്നാൽ ദൈവമായിട്ട് ഈ സഹനത്തിൻ്റെ കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള വചനം വായിക്കും, പറ്റുന്നവരൊക്കെ സഹായിക്കും, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നോക്കിയെടുത്തിട്ട് തന്നെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ വീട്ടിലെ കഷ്ടപ്പാടും അമ്മയുടെ പ്രാർത്ഥനയും കണ്ടപ്പോഴാണ് മകൾ ചോദിച്ചത്, ഇത്രയൊക്കെ പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചോദിക്കണത്. അവൾക്കത് പിടികിട്ടിട്ടില്ല, ടാലിയാകണില്ല. അനുഭവങ്ങളും ആത്മീയതയും തമ്മിൽ ടാലിയാകാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ഭാഷയിൽ അവൾ മകളെ ഉത്ബോധിപ്പിക്കും, പക്ഷെ മകൾക്കതൊന്നും മനസ്സിലാവത്തില്ല. പിന്നീട് വെർച്വൽ ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ വെർച്വൽ ഉടമ്പടിക്ക് ഒരു സംഭവം നടക്കും. എന്തായാലും വെർച്വൽ ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് ആ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ സത്യസന്ധത ദൈവത്തിന് മനസ്സിലാകുമല്ലോ. അപ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം കൊടുക്കും. പറഞ്ഞു, നീ എന്നാണ് കൃപാസനത്തിൽ വരുന്നത് അന്ന് മുതൽ ഞാൻ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറയും. ആ ഒരു ആന്തരിക ബോധ്യം കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പ്രിയ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് ആ വരണ സമയത്ത് ഇവിടെ ഇതിൻ്റെ സമയമാകും, അർത്തങ്കിലേക്ക് നടന്നു പോണ റാലിയുടെ സമയമാകും. അപ്പോൾ പറയും, മാതാവേ ഞാനീ നടുവും വെച്ചോണ്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടുവും വെച്ചോണ്ട് എങ്ങനെ നടക്കണം, വീട്ടിൽ തന്നെ എനിക്ക് നടന്ന് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോഴും മാതാവ് പറയും, നീ നടന്നിട്ടല്ലേ ബാക്കി കാര്യം പറയണമെന്ന് ചോദിക്കും. ഇവിടെ നടക്കാൻ അത് രണ്ടും കൽപ്പിച്ച് റാലിക്ക് വരും. റാലിക്ക് വന്ന് നടക്കണ സമയത്ത് മാതാവ് പറയും, ബെൽറ്റ് ഊരി കളടി എന്ന് പറയും. ഉടനെ ആ സെക്കൻഡിൽ മുമ്പും പുറകും നോക്കാതെ ഇവൾ നടുവിൻ്റെ ബെൽറ്റ് എടുത്ത് ഊരി കളഞ്ഞിട്ട് നടക്കാൻ തുടങ്ങും. അത് അർത്ഥമെങ്കിൽ അവരെ അങ്ങ് നടക്കും. ഇതാണ് വെർച്വൽ ഉടമ്പടി. അപ്പം നമ്മൾ നേരത്തെ ചെയ്യണ കാര്യങ്ങൾ വിശ്വാസിച്ച് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം അതിങ്ങനെ കുറിച്ച് വെക്കണ പോലെയാണ്. എന്നിട്ട് എന്താണ്? ആന്തരിക ബോധ്യം നൽകും. അപ്പോഴേ അവളൊരു പ്രാവശ്യം മകളോട് പറയുവേ, അപ്പോൾ ഇവളുടെ പഠനം ശരിയാകുന്നില്ല. ഇവൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇവൾക്ക് പഠനവുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പഠിക്കുന്ന അനുസരിച്ച് മാർക്ക് വീഴുന്നില്ല. വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം കൊണ്ടാണ് പഠിക്കുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റണില്ല, മാർക്കില്ല. അപ്പോൾ ഉടനെ മകള് വിശ്വാസമില്ലാതെ, അമ്മയുടെ വിശ്വാസം ഉണ്ടെങ്കിലും മകൾക്ക് വിശ്വാസമില്ലെന്ന് പ്രിയക്ക് മനസ്സിലായിട്ട് മാതാവിനോട് പറയും, മാതാവേ ഇവക്ക് വിശ്വാസം കൊടുക്കണം, എന്തെങ്കിലും നീ ചെയ്യണം. എനിക്ക് നടുവില്ലെങ്കിലും, സുഖപ്പെട്ടതിന് മുമ്പുള്ള ഡയലോഗാണിത്, എനിക്ക് നടുവില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്കറിയാമല്ലോ, പക്ഷേ എൻ്റെ മകൾ വിശ്വസിക്കത്തില്ല, അവൾക്ക് എന്തെങ്കിലും അടയാളം കൊടുക്കണമെന്ന് പറയും. ഉടനെ മാതാവ് 50 എഴുതി കാണിക്കും. ഉടനെ മകളോട് പറയും, നിനക്ക് 60-ൽ 50 മാർക്ക് കിട്ടും. ഉടനെ വിളിച്ച് ഇരിക്കും. കാര്യം 40 പോലും കിട്ടാനുള്ള സാധ്യത അവൾക്കില്ല, കിട്ടിയ ചരിത്രവും ഇല്ല. പക്ഷേ എൻ്റെ പരീക്ഷ കുളമായിപ്പോയി. റിസൾട്ട് നോക്കാൻ നേരിട്ട് പോകുമ്പോൾ ഇവളിങ്ങനെ വിശ്വസിക്കണില്ലെങ്കിലും അമ്മയുടെ വാക്കിൽ ഇവൾക്ക് വിശ്വാസമുണ്ട്. അമ്മ പറഞ്ഞല്ല 50 ഞാൻ റിസൾട്ട് നോക്കാൻ പോകണം കേട്ടോ എന്ന് പറയും. റിസൾട്ട് നോക്കാൻ പോയപ്പോൾ
അവിടെ 50 മാർക്ക്. അപ്പോൾ ഇവൾക്ക് സംശയമായി, എൻ്റെ പരീക്ഷ പൊട്ടായിരുന്നല്ല, എനിക്ക് 50 മാർക്ക് കിട്ടാൻ പോകണമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. എനിക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോഴേ അമ്മ പറയും, നിനക്ക് ഇതിനേക്കാൾ വലിയ മാർക്ക് തരാമെന്ന് മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇപ്പം എന്നാ സംഭവിച്ചു? +2 റിസൾട്ട് വന്നപ്പോൾ 600-ൽ 600. ഇതെന്ന് പറയുന്നത് വിലയുള്ള വിശ്വാസത്തിൻ്റെ വിലയാണത്. പഠനത്തിൽ തകർന്ന മകൾക്ക് അവളുടെ മെറിറ്റിലല്ലാതെ അവളെ ഈ മാർക്ക് കിട്ടാനുള്ള കാരണം എന്താ അറിയാമോ? പ്രിയ അമ്മ മാതാവിനോട് പറയും, മാതാവേ അവൾ വിശ്വസിക്കണം. ഇപ്പം അവൾക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും, അത് നിനക്കറിയാമല്ലോ. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല, അവൾ കൂടി വിശ്വസിക്കണം, അതാ വിഷയം. അപ്പോൾ അവൾ കൂടി വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടി മാതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയും, അത് പക്ഷേ പ്രിയയെപ്പോലെ എല്ലാവരും പറഞ്ഞാൽ ഏക്കത്തില്ല. എന്താ കാര്യം? ഈ ഇല്ലാത്ത നടുവും വെച്ചുകൊണ്ട് ആണ് അവൾ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1-10 എന്താ പറയണത്? അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം സ്വർണത്തെക്കാളും വിലയുള്ളതാണ്. അപ്പം പ്രിയയുടെ വിശ്വാസം ശോധന ചെയ്യപ്പെട്ട വിശ്വാസമായത് കാരണം വില പേശാൻ പറ്റിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇൻട്രാക്ഷൻ ലെവലിൽ വരണത്, കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരണത്. ഉടമ്പടി ഏറ്റവും വലിയ സംഭവം വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളെ എപ്പോഴും ഉടമ്പടി നിങ്ങൾ കറക്റ്റായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കും. കമ്മ്യൂണിക്കേഷൻ അറിയാമല്ല, മാതാവ് സംസാരിക്കും, ഉള്ളിൽ ബോധങ്ങൾ തരും, ഉള്ളിൽ ബോധങ്ങൾ തരും. ഇനി ബോധങ്ങൾ തരാതെ തന്നെ സ്വപ്നങ്ങളുണ്ടാവും. സ്വപ്നങ്ങൾ കാര്യം ഒരു ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ ബൈബിൾ കാലം കഴിഞ്ഞാൽ, ബൈബിൾ കാലം സ്വപ്നങ്ങളുടെ കാലമാണ്. പക്ഷേ ബൈബിൾ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ നടന്നിരിക്കുന്ന ഉടമ്പടിയിലാണ്. അതിങ്ങനെ നോക്കിയാൽ മതി. എല്ലാ സാക്ഷ്യം നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവും. ഇപ്പോൾ വിൻസിയുടെ സാക്ഷ്യം എന്താ? വിൻസിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, കോയമ്പത്തൂരുകാരത്തിയാണ്. മലയാളം തമിഴും കൂടി ചേർത്താണ് ഇവിടെ സാക്ഷ്യം ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ അപ്പൻ ഒരാൾ ജോലി പോകണ്ടേ, അവർക്ക് ഒറ്റമുറി ആയിട്ടുള്ള ഒരു വീടാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് കട്ടിലിട്ട് കിടക്കേണ്ട അപ്പനുണ്ട്, അമ്മയുണ്ട്, മകളുണ്ട്. അപ്പന് ഡ്രൈവറായിട്ടുള്ള ജോലിയാണ് ഉള്ളത്. അതുകൊണ്ട് കുടുംബം പോറ്റണം. ലോണ് ചോദിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ട് വീട് വെക്കാനും പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും ഇടമില്ല. ഇതാണ് ഇവരുടെ സങ്കടം. അപ്പം അങ്ങനെ സങ്കടത്തിൻ്റെ കാലത്ത് ഇവർക്ക് ഒരു പത്രം കിട്ടും. പത്രം കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരണ്ടേ, കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ. അപ്പോൾ 2-3 പ്രാവശ്യത്തെ ഈ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. 2-3 ദിവസത്തെ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെ അവർ എക്സ്പെൻഡിച്ചർ മുടക്കി മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത ആൾക്കാരാണ്. മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒരു സ്വപ്നം കണ്ട്. അപ്പോൾ അമ്മക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അമ്മ സ്വപ്നമൊന്നും കണ്ടില്ല, സ്വപ്നത്തിലേ ഉള്ളൂ, വലിയ കഥകളൊന്നുമില്ല. ഒരു 4 നമ്പർ 4 ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും സ്വപ്നത്തിൽ നമ്പർ 4 എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം മകളോട് അമ്മ പറയും, വിൻസിയോട് അമ്മ പറയും, ഞാൻ ഇന്നലെ 4 എന്ന് എപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കേണ്ട സ്വപ്നം കണ്ടെന്ന് പറയും. എന്നാ 4 എന്നറിയാൻ വേണ്ടായും. പക്ഷേ അന്ന് മുതൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ പെട്ടെന്ന് ഈ അപ്പന് ഒരു ബോധത ഉണ്ടാകും. എന്താണ്? അപ്പന് പണ്ട് ധൈര്യമില്ല. ഞാൻ ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ്, ലോൺ എടുത്താൽ നമുക്ക് കിട്ടുമോ, ലോൺ കിട്ടുമോ, കിട്ടിയാൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ. അതുകൊണ്ട് മനസ്സിന് ധൈര്യമില്ലാതെ ഇപ്പം നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ 30-40 വയസ്സിനുള്ളിൽ ചെയ്യാൻ. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന 40 വയസ്സിൻ്റെ ശേഷം അപൂർവം പേരെ റിസ്ക് എടുക്കത്തുള്ളൂ. അങ്ങോട്ട് പ്രായമാകുന്നവർക്ക് റിസ്ക് കുറഞ്ഞ് എടുക്കത്തുള്ളൂ. നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ദാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും പ്രായമായി കഴിഞ്ഞാൽ ചെയ്യത്തില്ലല്ലേ.
ആർക്കാരും ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിടിച്ച് ചെയ്യത്തുള്ളൂ. ചെറുപ്പക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. പ്രായമായ ആൾക്കാർ സ്വാഭാവികമായിട്ടൊരു ഡിഫെൻസ് വരും അവിടെ. അപ്പം അങ്ങനെ ഉണ്ടാകൊണ്ട് ഈ എങ്ങനെ ആര് തിരിച്ചടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് പേടിയായിരുന്നു. ഉടമ്പടി എടുത്തോടുകൂടി മാതാവ് ആദ്യം ചെയ്തത് ഈ പേടി എടുത്ത് മാറ്റി. അപ്പനുടനെ പറഞ്ഞു, എടി നമുക്ക് ലോൺ എടുക്കാം, എടി കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അപ്പം അത് ഇത്രയും നാൾ 10-12 കൊല്ലമായിട്ട് ലോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന മനുഷ്യന് ഉടമ്പടി എടുത്തപ്പോൾ മനസ്സ് മാറി. അവർ അതുപോലെ തന്നെ ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും ചെയ്ത് ലോൺ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സായി. നിങ്ങൾക്കറിയാമല്ലേ, മരിയൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും, ഭയങ്കര ആരും തടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഐസയാർ വായിക്കണ പോലെയാണ്, ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല, തുറന്ന വാതിലാരും അടക്കത്തുമില്ല. മനുഷ്യൻ്റെ കഴിവ് അവിടെ വരത്തില്ല. സ്വാഭാവികമായ സ്പീഡിൽ നിന്ന് ഇത് സാധാരണ ഇതിന് വേണ്ട ഒരു സ്പീഡിലേക്ക് കാര്യങ്ങൾ മാറും. അവർക്കൊരു സ്ഥലം ഒരു കാട്ടുപ്രദേശത്തുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ സ്ഥലം വെട്ടി വെളുപ്പിക്കുമ്പോൾ അത് അളന്ന് അതിൻ്റെ ലോൺ അനുവദിക്കണമെങ്കിൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും എഴുതുകയും അളവും ഒക്കെ എടുക്കണ്ടേ. അളന്നപ്പോൾ അത് 4 സെൻറ്റാണ്. അപ്പോൾ സ്വപ്നത്തിൽ ആദ്യത്തെ 4 കറക്റ്റായി. പതുക്കെ വരികയാണേ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മാതാവാണ് നയിച്ചുകൊണ്ടിരിക്കണമെന്ന്. എന്നിട്ട് അപ്പോൾ 4 സെൻറ്റായി. ഇനി വരണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം പഞ്ചായത്ത് വാർഡെന്ന് പറയണത് വീരപാണ്ഡ്യൻ, ഈ കട്ടബൊമ്മൻ എന്നൊക്കെ പറയുന്ന അവരുടെ പേരുകളാണ്. വീരപാണ്ഡ്യൻ പഞ്ചായത്തിൻ്റെ വാർഡാണ് 4-ാം വാർഡ്. അപ്പം 4-ാം വാർഡിൽ 4 സെൻറ്റ് സ്ഥലം, അതാണ് ഈ 4 എന്ന് കാണിക്കണത്. അപ്പോൾ 2-4 വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മാതാവ് ഈ വിഷയം തന്നെയാണ് സ്വപ്നത്തിൽ കാണിച്ചിരിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂവ്മെൻ്റ് എന്ന് പറയണത് ഭയങ്കര 15 ദിവസത്തിനുള്ളിലാണ് അവിടെ സ്കെച്ചും പ്ലാനും. 1 കൊല്ലമായിട്ട് പോലും ആ പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ പാസ്സാകാത്ത ആൾക്കാരുണ്ട്. ഇവർക്ക് വെറും 15 ദിവസത്തിനുള്ളിൽ പ്ലാൻ പാസ്സായി കിട്ടും. അതായത് മാതാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നടന്നിട്ട് ഇതെല്ലാം ചെയ്ത് പെടാന്ന് നടക്കും. അവർ 1 കൊല്ലത്തിനുള്ളിൽ വീട് വെച്ച് അതിനകത്ത് കയറി താമസിക്കും. പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ പഴയ വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി എടുക്കും. എന്തൊരു സ്പീഡാണ് ശരിക്കും. പ്രാർത്ഥിക്കാൻ 3 മുറിയും വലിയൊരു ഹോളുമാണ്. നീ ലാവിഷായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ആഴ്ചത്തെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയണത് രജി ചേച്ചിയുടെ സാക്ഷ്യമാണ്. അവർ ഇടുക്കിയിലാണ്. രജി തോമസിൻ്റെ സാക്ഷ്യം ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സാക്ഷ്യമാണ്. നിങ്ങളെപ്പോഴും എൻ്റെ സബ്ജക്റ്റ് എന്താ? നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെന്നാണ് എൻ്റെ സബ്ജക്റ്റ്. ഉടമ്പടിയും സൂക്ഷ്മതയും, ജാഗ്രതയല്ല. വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയേക്കാളുപരി പ്രസൻറ്റ് കണ്ടീഷനിൽ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ, അതാണ് സൂക്ഷ്മതയെന്ന് പറയണത്. വർത്തമാനകാല ശ്രദ്ധയ്ക്കാണ് ഉടമ്പടിയിൽ സൂക്ഷ്മതയെന്ന് പറയണത്. ഇപ്പം അവരാ 4 ആ ഒരൊറ്റ നമ്പരേ ഉള്ളൂ. നമ്പറിലൂടെയാണ് ആ മൊത്തം 1.5 കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. 4 എന്നൊരക്കത്തിലൂടെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ചേട്ടത്തിക്ക് അത് കമ്മ്യൂണിക്കേറ്റഡായി. ആദ്യം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല. അത് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി മാതാവിൻ്റെ ലൈൻ എന്താണെന്ന് മനസ്സിലായി. ഇതൊരു രജി ചേച്ചിയുടേതും കമ്മ്യൂണിക്കേഷൻ്റെതാണ്. ഉടമ്പടി കവനൻ്റ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഉടമ്പടി കാലമാകുമ്പോഴേ പഴയതുപോലെ ഇങ്ങനെ വായി നോക്കികളായിട്ട് നടക്കരുത്. ഉടമ്പടി കാലമാകുമ്പോൾ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കണം. എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും അത്. ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ സംഭവിക്കുന്ന എല്ലാത്തിനതും ഉണ്ടാകുമോ എന്നറിയത്തില്ല. പക്ഷേ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആര് വന്നാലും ആര് പോയാലും ഒരു ഫോൺ കോൾ പോലും ശ്രദ്ധിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ ഏത് വഴി ദൈവം
ഏത് ഭൗതികമായ സാഹചര്യങ്ങളെയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ രജി ചേച്ചിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് കാനഡയിൽ പോയി പഠിക്കണം, വിദേശത്ത് പഠിക്കണം. അവിടെ കയ്യിൽ 5 പൈസ ഇല്ല. അവരുടെ കയ്യിലുള്ള ആകെപ്പാട് അവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മകൾക്ക് വിദേശ ജോലി വേണം, അതിന് 10-20 ലക്ഷം രൂപ വേണം. ആ ലക്ഷം രൂപയ്ക്ക് അവർ കണ്ടിരിക്കുന്ന വാഗ് കാട് പിടിച്ച് കിടക്കണ ഒരു പുരയിടമാണ്. ആ പുരയിടം ഇടുക്കിയിലാണ് സ്ഥലം. അപ്പം മല അടിവാരത്തായിരിക്കുമല്ലോ, അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ പുരയിടം വിൽക്കണം. അപ്പോൾ കാട് പിടിച്ച് കിടക്കണ കാരണം വിൽക്കാനും ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും. ഇപ്പം കൃഷിയൊക്കെ കുറച്ച് നഷ്ടത്തിലൊക്കെ പോണ കാരണം ചില സമയത്ത് അതിനൊരു മടുപ്പ് തോന്നുന്നത് ശരിക്കും. അപ്പോൾ അതൊരു മെരിറ്റ് കുറവാണ്. മെരിറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവം? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒരു ഓപ്പറേഷൻ ഫോർമുല. അതാണ് അത് ബൈബിളിൻ്റെ മൊത്തം ഓപ്പറേഷൻ ഫോർമുല അങ്ങനെയാണ്. അപ്പോൾ മെരിറ്റ് പോയാലാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടി വരണത്. ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. ആ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി, ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ കുറേ ഇവാഞ്ചലൈസേഷൻ, ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുല ഉണ്ട്. അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തെന്നും പറഞ്ഞ് ഇതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം മരിയൻ മീഡിയേഷനിലാക്കും നമ്മൾ. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇതെല്ലാം ഇപ്പം ആൾക്കാർ സാക്ഷ്യം പറയാൻ എന്തിനാണ്? അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അങ്ങനെ അതാണ് സംഭവം. ആൾക്കാർ പ്രാർത്ഥിക്കണത്. ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിൻ്റെ പിന്നിൽ ഇവർ വെക്കണ ഇൻറ്റൻഷൻ എന്താണ്? അത് അവർ പറഞ്ഞു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ. അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. അതിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല. സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവർ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവ കഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത്. അതൊക്കെ ഈ പെട്രോളിന് തീ പിടിക്കുന്ന പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീ പിടിക്കും. കാര്യം എന്താണ്? ഉടമ്പടി, കൃപാസനത്തിലെ ഉടമ്പടി എന്ന് പറയണത് അതിൻ്റെ മുഴുവൻ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ്, ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മർമ്മം അറിഞ്ഞ് വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ. അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ, ഞാൻ കൊച്ചിയിൽ പോകാൻ പറഞ്ഞിട്ട് കഥയില്ല. ഈ സാധനത്തിന് അക്കൗണ്ടബിൾ ആക്കണം. അക്കൗണ്ട് ആക്കണം ഏത് ഹെഡിങ്ങിലാണ്? മരിയൻ പാരിഷ് ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ. വല്ല ഹെഡിങ്ങിലാക്കിയിട്ട് കാര്യമില്ല. മരിയൻ കൃപാസനത്തിൽ 2004 ഡിസംബർ 7-ാം തീയതി നടന്ന സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിശ്രീ കുറിക്കേണ്ടത്, അല്ലെങ്കിൽ മിശിക തുണയ്ക്കുക എന്ന് കുറിക്കേണ്ടത്, ആദ്യാക്ഷരം ചെയ്യേണ്ടത്. ആദ്യാക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൈയടിച്ച് കർത്താവേ. ഈ മർമ്മം എൻ്റെ മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ മർമ്മം. കാര്യം ബിബ്ലിക്കൽ ഫോർമുല എവിടെ ആക്ടിവേറ്റ് ചെയ്താലും അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട്. അത് നമുക്ക് ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട്. പക്ഷേ ബൈബിളിൽ നിന്ന് എന്ത് ലഭിച്ചാലും അത് നോട്ട് ബൈ മെറിറ്റിലായിരിക്കും കിട്ടണത്, നോട്ട് ബൈ ബട്ട് ബൈ ഗ്രേസിലായിരിക്കും. പക്ഷേ അത് ഡിസേൺമെൻറ്റ് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, വേണ്ടെങ്കിൽ തരാതിരിക്കാം. ഇല്ലേ? അവിടെ പ്രശ്നം കിടക്കണത്. ദൈവത്തിന് വേണമെങ്കിൽ തരാം, വേണ്ടെങ്കിൽ തരാതിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാരണമുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ദൈവം തരുമെന്ന് പറയുമ്പോൾ അതൊരു പക്ക ബിസിനസ് അല്ലേ? ആ രീതിയിലാണ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെന്തോ അഭ്യാസം കാണിച്ച് ദൈവത്തിന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു വ്യാപാരം, ആധ്യാത്മിക വ്യാപാരമായിട്ട് വരും. കൃപാസനത്തിൽ നടക്കുന്നത് ബുദ്ധിബോധം ഇല്ലാത്തവൻ അങ്ങനെ പറയുന്നുണ്ട് വ്യാപാരമാണെന്ന്. പക്ഷേ കൃപാസനം നടക്കണത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റണമെന്ന് പറയുമ്പോഴേ ഈ വിഷയം നമ്മുടേതല്ല. ആരുടേതാണത്?
നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ മകളുടെ രോഗം മാറ്റിക്കൊണ്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് മാത്രമേ ഒരാൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ അത് നടക്കും. എന്താ കാര്യം? ആ വിഷയത്തിൽ നമ്മളതിനകത്ത് നമ്മളുടെ വിഷയമല്ല, എന്താണ്, ദൈവത്തിൻ്റെ വിഷയമാണ്. ദൈവമാണ് അമ്മയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നിനക്കറിയാമല്ലോ, സമയഘടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അത് അമ്മ ഏകപക്ഷീയമായിട്ടെടുത്ത തീരുമാനമല്ലത്. ഇന്ന് ത്രിത്വിക ദൈവത്തിൻ്റെ തിരുനാളിലാണ് ഇത് ഈ ഉടമ്പടി ധ്യാനം റെക്കോർഡ് ചെയ്യുന്നത്. ത്രിത്വിക ദൈവത്തിൽ ദൈവം ഒന്ന് ആകുമ്പോഴും ആ ദൈവത്തിന് 3 വ്യക്തിത്വമുണ്ട്. അതേസമയം സത്തയിൽ അത് ഏകമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി അത്തരം ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല. അതൊരു ഐസ് കട്ട പോലെ ഇരിക്കണം. ഇത് ഇപ്പം ഐസ് കട്ടയൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഒരു ഐസ് കട്ട ഇങ്ങനെ എടുക്കും, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവം? അതിങ്ങനെ കട്ടയായിട്ട് തന്നെ മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അതേസമയം തന്നെ താഴേക്ക് വെള്ളമായിട്ട് അത് വീണുകൊണ്ടേയിരിക്കും. മുകളിലോട്ടത് വാതകമായിട്ടത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം മുകളിലോട്ട് വാതകമായിട്ട് പോണ സംഭവവും താഴേക്ക് വെള്ളമായിട്ട് വീഴുന്ന സംഭവവും കയ്യിലിരിക്കുന്ന ഐസ് കട്ടയും ബേസിക്കായിട്ടത് എന്താണ്? H2O ആണ്. സത്തയിൽ ഒന്നാണത്. ബേസിക്കായിട്ടത് H2O ആണ്. എന്താണ്? 2 ഹൈഡ്രജൻ H2, 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും, വെള്ളം. അത് വെള്ളം കട്ടയായിട്ടിരിക്കും, വെള്ളം വായുവായിട്ടിരിക്കും, വെള്ളം അതുപോലെ തന്നെ ഐസ് കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ ദൈവം 3 വ്യക്തിത്വം കാണിക്കുമ്പോഴും സത്തയിൽ ഒന്നാണ്. അതേസമയം തന്നെ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അമ്മയോട് പറഞ്ഞിട്ടാണ് കൃപാസനം അൾത്താരയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇന്ന് വരെ. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് അപ്പാരിഷനാണ്. ഒന്നാമത്തേൽ ഡ്രസ്സ് തന്നെ സിൽവർ ഗ്രേ ആണ്. അവസാന കാലത്തിൻ്റെ കാളിമയാർന്നിട്ടുള്ള ഡ്രസ്സാണ് സബകരം. അന്ത്യകാലത്തിൻ്റെ ഒരു സുവിശേഷം പോലെയാണ് വരണത്. എന്താണ്? ദുരന്തം ഉണ്ടാകാൻ പോണ്. എന്ത് ദുരന്തമായിരിക്കും? ദൈവത്തിന് ദുരന്തം. നമ്മൾക്കാണ് ഈ ദുരന്തം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഉരുൾപൊട്ടുന്ന ദുരന്തമാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ദുരന്തമാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ദുരന്തമല്ല. ദൈവത്തിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ലോകവ്യാപകമായി മനുഷ്യരാശിയുടെ ആത്മാവിനെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പോകുന്നതിനേക്കാൾ വലിയ ദുരന്തമില്ല. ആ ദുരന്തം ഉണ്ടാകാൻ പോകുമ്പോഴേ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ട് വരണമെന്നുള്ളത് ദൈവത്തിന് തിരുമനസ്സാണെങ്കിൽ അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കടമ ഉത്തരവാദിത്വവും അത് എക്ലേസ്യാസ്റ്റിക് റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്? ഇതിൻ്റെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയുന്നത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നാണ്. അപ്പം എൻ്റെ രോഗം മാറ്റിക്കൊണ്ട് നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിച്ചോളാം എന്ന് നീ തീരുമാനിക്കുന്നത് 90 ദിവസമാണെങ്കിൽ നിനക്ക് 90 ദിവസത്തെ അനുഗ്രഹം തന്നാൽ മതിയല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ 1.5 കൊല്ലം 2 കൊല്ലം 3 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉടമ്പടിയിലാണ് ജീവിക്കണത്? ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനോട് സാക്ഷ്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? എനിക്കൊറ്റാഗ്രഹം മാത്രമേ ഉള്ളൂ, എൻ്റെ മരണം വരെ അമ്മയുടെ ഉടമ്പടിയുടെ ജീവിതം നയിക്കണമെന്ന്. കൈയടിച്ചു കൊടുക്കട്ടെ. എന്താണെന്ന് മനസ്സിലായില്ലേ? ദുരന്തത്തെ മാനുഷികമായൊരു കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അത് രോഗമാകാം, പ്രതി ദുരന്തമാകാം. പക്ഷെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ദുരന്തമെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധമായ രക്തത്താൽ നേടിയെടുത്ത ആത്മാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരു ദുരന്തം മനുഷ്യരാശിക്കുണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ അത് ദൈവം എന്തുമാത്രം കരുതലോടെയാണ് ഓരോ മനുഷ്യൻ്റെ ആത്മാവിനും യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ഏകജാതൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ജീവൻ്റെ വിലയാണെങ്കിൽ ആ ജീവൻ്റെ വിലയെക്കുറിച്ച് കരുതലുണ്ടാകണമെന്നാണ് കൃപാസനത്തിലൂടെ പരിശുദ്ധ അമ്മ മനുഷ്യരാശിയോട് പറയേണ്ടത്. നമ്മുടെ റെജി തോമസിൻ്റെ സാക്ഷിയാണ് പറഞ്ഞത്. റെജി തോമസിൻ്റെ വിഷയം എന്താ? അവരുടെ മകൾക്ക് വിദേശത്ത് പോയി പഠിക്കണം, അവിടെ പണമില്ല. കാട്ടിലൊരു സ്ഥലം കിടപ്പുണ്ട്, അത് വിൽക്കണം. അത് വിൽക്കാൻ വേണ്ടി വന്ന അമ്മയോട് പറയണത് അത് വിറ്റ് തരണമെന്ന് പറയും. നിക്കക്കള്ളിയില്ല, അതൊന്ന് വിറ്റ് തരണം, അതെടുക്കാനുള്ള ആൾക്കാരും വരണില്ലെന്ന് പറയും. ഇപ്പോഴേ എല്ലാം ഒരു മടുപ്പാണ് സ്ഥലത്തിന്, കൃഷി നഷ്ടമായതുകൊണ്ട്. ഇതൊക്കെ എല്ലാം
കണ്ണീരോടെ. ഇവിടെയും പറയും റിജി തോമസ് വീട്ടിലും പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒറ്റക്ക് നിന്ന് പറയുന്ന ഒരു വർത്തമാനമാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടും. ഉടമ്പടിയിലെ ഒരു സംഭവമാണ്. ഉടമ്പടിയിൽ ബൈബിൾ ഉടമ്പടിയിലുള്ളതാണ് ഉപ്പ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അധികാരപ്പെടുത്തിയെന്ന് അർത്ഥം. നമ്മുടെ അധികാരത്തിൽ നിന്നും ഉടമസ്ഥപ്പെടുത്താൻ വേണ്ടി ഉപ്പിടണത്, ദൈവത്തിന് ഉടമപ്പെടുത്താൻ. ബൈബിളിലുള്ള എല്ലാ വെലിവസ്തുക്കളും ആദ്യം ദൈവത്തിൻ്റെ ഭാഗം, അഹ്റോൻ്റെ ഭാഗം, ലെവയറുടെ ഭാഗം, അതുകൊണ്ട് ഉപ്പിടും. ഉപ്പിട്ടാൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് വേണ്ടി മാത്രമുള്ള ബലിവസ്തുവാണ്. നീ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിടുമ്പോൾ എന്താ അർത്ഥം? എൻ്റെ കഴിവ് വെച്ച് അസ്തമിക്കുന്നു, ഞാൻ കൈ ഉയർത്തി പറയുന്നു എൻ്റെ കഴിവല്ല, നോട്ട് ബൈ മെറിറ്റ്. പിന്നെന്താ? ഇനി നിൻ്റെ ഗ്രേസാണ്. അതുകൊണ്ട് ഈ സ്ഥലം വിൽക്കാൻ മാർഗമില്ല, ഈ ജന്മത്തിൽ വിറ്റുപോകുന്ന എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിൻ്റെ ഉടമസ്ഥയിലാക്കിക്കൊണ്ട് ഞാൻ ഉപ്പിടണമെന്ന് പറഞ്ഞ് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടും. ഉപ്പിട്ടിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ റിജി തോമസിന് എപ്പോഴുള്ള ഒരു പരിപാടിയാണ്, കർത്താവിനോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ സ്ത്രീക്ക് അറിയാം, ചേച്ചിക്ക് അറിയാൻ ശരിക്കും. എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് വിശ്വാസവരം വർത്തമാനപരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാരല്ലേ ദൈവത്തോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. കേൾക്കണതൊക്കെ വട്ടമാണെന്ന്. വട്ടമൊന്നുമല്ല, അവർക്ക് നല്ലൊരു സംസാരിക്കണം ഒരു ദൈവത്തോട്. ദൈവം കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അത് അവർ വർത്തമാനം പറയണം, മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവന്മാർക്ക് ബോധ്യമില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ പറയുന്ന ആളിന് ബോധ്യമുണ്ട്. അവർ പറഞ്ഞ്, കർത്താവേ ഞങ്ങളുടെ ഉപ്പിട്ടിട്ടുണ്ട് അമ്മേ, ആരും എടുക്കാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ടിട്ടുണ്ട്, ഇനി എല്ലാം വരും വരായിക നിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ മാസം വിൽക്കുമോ അതോ താമസിച്ച് പോകുമോ എന്നറിയാൻ വേണ്ടി വിശ്വാസപ്രമാണം ചൊല്ലി ഉടനെ ബൈബിൾ തുറക്കും, കർത്താവ് എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി. ഉടനെ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ കർത്താവ് നേരിട്ട് ഈ ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ കർത്താവിൽ വളരുമ്പോൾ നിങ്ങൾ പലരും ഉടമ്പടി ചെയ്തിരിക്കണം മിനിമം പ്രോഗ്രാമത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ വന്ന് ഉടമ്പടി ചെയ്തു, എന്ത് വന്നാൽ 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാനില്ല. ഈ കടമാമ്പോത്ത് അതാണ് പറയണത്. ഇവിടെ കൊടുന്ന് ഉടമ്പടി കിട്ടി താല്പര്യം പറയാം, 90 ദിവസം കഷ്ടപ്പെട്ടാൽ മതിയല്ല, അതിൽ പിന്നെ എങ്ങനെയും ജീവിക്കാനില്ല. അപ്പം തന്നെ നിൻ്റെ ഉടമ്പടി പൊട്ടും. എന്താ കാര്യം? നീ ഫ്രോഡാണെന്നുള്ളത് അൾത്താര വെച്ച് തന്നെ നീ പ്രഖ്യാപിച്ചു. നീ അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവിന് ജീവിക്കുക, നീ 90 ദിവസം ജീവിക്കുക, 9 ദിവസം ജീവിക്കത്തുള്ള, അതൊക്കെ ദൈവത്തിന് അറിയാൻ പാടുള്ളൂ. നീ അങ്ങനെ വേറെ ജീവിതത്തെക്കുറിച്ച് വേറെ കണക്കൂടലൊന്നും വേണ്ട. പക്ഷെ നിനക്കൊരു കണക്കൂടലുണ്ട്. എന്താ കാര്യം? ദൈവമേ, നിൻ്റെ കൂടെ ജീവിക്കാൻ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു സോണിലൂടെ നിൻ്റെ കൈപിടിച്ച് കരം ഗ്രഹിച്ച് നടന്നു പോകാൻ നീ എനിക്കൊരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നുവെന്ന് നീ തീരുമാനിച്ചാൽ അതുവരെ ഞാൻ ജീവിച്ചുകൊള്ളാൻ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ